പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കാലത്ത് യേശു അരുൾ ചെയ്തു, ഫരിസ്യരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. ഫരിസ്യരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു. നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ കാണപ്പെടാത്ത ഒഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. അതിന്റെ മീതെ നടക്കുന്നവൻ അത് അറിയുന്നുമില്ല. നിയമജ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പറഞ്ഞു, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം! താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടി ഏൽപ്പിക്കുന്നു. നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിക്കാതെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിലുള്ളവരോട് നമുക്ക് നീതിയോടും സ്നേഹത്തോടും പെരുമാറാം. അങ്ങനെയാകുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ അവർക്ക് നൽകുന്നത്. ദൈവം നമ്മളിലും വസിക്കും. നമ്മൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമുണ്ടാകും. ഫരിസ്യരെ പോലെയും നിയമജ്ഞരെ പോലെയും ആകാതെ സത്യസന്ധമായിട്ട് നമ്മൾക്ക് ജീവിക്കാം. ദൈവത്തെ സത്യമായിട്ടും സ്നേഹിച്ച് ജീവിക്കാം. കാരണം മനുഷ്യരുടെ കണ്ണുകൾ അടയ്ക്കാൻ സാധിക്കും, എന്നാൽ ദൈവത്തിന്റെ കണ്ണുകൾ നമ്മൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കാം. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും ദൈവത്തിനെ ഏൽപ്പിക്കാം. അവ വിശുദ്ധീകരിച്ച് ദൈവം നമ്മളിൽ ജീവിച്ച് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.